1965 ഗൾഫ് പ്രവാസം ആരംഭിച്ചത്. ആ ഗൾഫ് പ്രവാസം ആരംഭിച്ചിട്ട് ഇപ്പോൾ 60-65 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും അതിൻ്റെ ആ യൗവനം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. സാർ എന്നോട് ചോദിച്ച പോലെ സമ്പത്ത് മാത്രമല്ല സംസ്കാരവും ഒരുപാട് മാറ്റം കേരളത്തിലേക്ക് വന്നത് ഈ പറഞ്ഞ പ്രവാസം കൊണ്ടാണ്. അതിന് നമ്മൾ എന്നും അടിവരയിട്ട് പറയേണ്ട ഒരു രാജ്യമാണ് ഗൾഫ്. ഈ അറേബ്യൻ ഗൾഫ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ പല ആൾക്കാർക്കും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പണ്ടൊക്കെ അറബികൾ കേരളത്തിൽ വന്നിരുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് ആ അറബികൾ നമ്മൾ ഈ കാണുന്ന രാജ്യങ്ങളിൽ അറബികളല്ല, അവർ യമനികളായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ ചെല്ലുന്ന സമയത്ത് വെള്ളം പോലും, കുടിക്കുന്ന വെള്ളം പോലും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ചില അറബികളുടേന്ന് പറയാൻ പറ്റില്ല, ഒരു റിച്ചുള്ള അറബികളുടെ വീടിൻ്റെ പുറത്ത് മാത്രമാണ് ഒരു കൂളർ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നത്. അതേപോലെ എയർ കണ്ടീഷനേ ഇല്ല, എയർ കൂളറായിരുന്നു. അന്ന് അവർ അറബികളെ ഏറ്റവും കൂടുതൽ അന്ന് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കാണുന്ന ഒരു പിക്ചർ മലയാളികളല്ലായിരുന്നു, മദ്രാസികളല്ലായിരുന്നു, ഗുജറാത്തികളും മറാഠികളായിരുന്നു. അവരെയാണ് അവർ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ് കണ്ടിരുന്നത് ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത്. മലയാളികൾ എല്ലാവരും, ഞാനടക്കം, ഇവിടെ നിന്ന് പോയി ആ ഗൾഫ് എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജും മാനറിസങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഇവിടെ കുഴിച്ചിട്ടിട്ടാണ് ഒരു ഇമിഗ്രേഷൻ കഴിഞ്ഞാണ് കയറുന്നത്. അതവർക്കറിയാം. നമസ്കാരം. ചരിത്ര വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ് നാം ഇന്ന് ചെയ്യുന്നത്. മലയാളികൾ എന്നും യാത്രാപ്രിയരായിരുന്നു. സ്വന്തം ജോലി തേടി, ജീവിത സാഹചര്യങ്ങൾ തേടി മനുഷ്യൻ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. ജീവിത യാഥാർത്ഥ്യങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ പലതും ത്യജിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്തു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച മലയാളിയായ ഷെരീഫ് ഇബ്രാഹിമാണ്. നമസ്കാരം. കേരളത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് വലിയ പ്രവാസങ്ങളുടെ ഒരു ചരിത്രം കൂടിയാണ്. ഒരുപക്ഷെ ഇന്ന് കേരളം ഇത്രയും സമ്പൽ സമൃദ്ധമായി, ഇത്രയും മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പുരോഗതി കൈവരിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രവാസമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ മനുഷ്യൻ ഇത്രയേറെ യാത്ര ചെയ്യുകയും തൊഴിൽ തേടിയുള്ള ഈ യാത്രകൾ നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളം ഒരു ഇരുണ്ട യുഗമായി തീർന്നേനെ. പലരും ചോദിക്കാറുണ്ട്, കേരളം എങ്ങനെയാണ് ഇത്രയേറെ സമ്പന്നമായത്? ഇത്രയേറെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് തൊഴിലാളികൾ എങ്ങനെയാണ് ഇവിടെ വന്ന് ഇത്രയേറെ വലിയ ജോലികൾ ചെയ്യുന്നത്? ഒരു കാലത്ത് ഈ മലയാളി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തു. അതിലേറ്റവും അവസാനത്തെ യാത്ര എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു. എങ്ങനെയാണ് മനുഷ്യൻ ഈ പ്രവാസ ജീവിതം ആരംഭിച്ചത്? ഗൾഫിൻ്റെ ഒരു ചരിത്രം എന്തായിരുന്നു? ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രവാസം ആരംഭിച്ചത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ബർമ്മയിലേക്ക്, ഇന്നത്തെ മ്യാൻമാർ, അത് തോട്ടം തൊഴിലാളികളായിട്ടും കുശിനിക്കാരായിട്ടും ഡ്രൈവർമാരായിട്ടും ഒക്കെ കൊണ്ടുപോയിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അവർക്ക് ഒന്നും സമ്പാദിക്കാനോ ഒന്നും ചെയ്തില്ല. അവരുടെ സ്വന്തം ജീവിതം മാത്രം മെച്ചപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, പട്ടിണി കൂടാതെ ജീവിക്കാൻ പറ്റിയത്. അതിനുശേഷം പിന്നീടുള്ള യാത്ര പോയത് മലയ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. അതാണ് മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ബ്രൂണൈ തുടങ്ങിയ രാജ്യങ്ങളിലേക്കായിരുന്നു പിന്നത്തെ യാത്ര. അവിടെ എന്താ വ്യത്യാസം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയിരുന്ന ആൾക്കാർ ഒന്നുകിൽ അവിടുത്തെ പൗരത്വം നേടുകയോ അവിടെ വിവാഹം കഴിക്കുകയോ ഒക്കെ ചെയ്ത് അവിടെ അങ്ങനെ ഒരു ജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ രണ്ട് സ്ഥലത്തിന് ശേഷം വന്ന സ്ഥലമായിരുന്നു ഇന്നത്തെ ശ്രീലങ്ക എന്ന് പറയുന്ന പണ്ടത്തെ സിലോൺ. അവിടെയും ഇത്തരത്തിലുണ്ടായ സംഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ ചില പോക്കറ്റുകളോ ചില തറവാടുകളോ മാത്രം അഭിവൃദ്ധിപ്പെട്ടു എന്നുള്ളത് ഒഴികെ കേരളം ഒരു നിലയ്ക്കും ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, ആരോഗ്യ മേഖലയാവട്ടെ, എല്ലാത്തിലും ഒന്നിച്ച് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ ഈ പറഞ്ഞ പ്രവാസികൾക്ക് സാധിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഏകദേശം 1965 ഗൾഫ് പ്രവാസം ആരംഭിച്ചത്. ആ ഗൾഫ് പ്രവാസം ആരംഭിച്ചിട്ട് ഇപ്പോൾ 60-65 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും അതിൻ്റെ ആ യൗവനം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. സാർ എന്നോട് ചോദിച്ച പോലെ സമ്പത്ത് മാത്രമല്ല സംസ്കാരവും ഒരുപാട് മാറ്റം കേരളത്തിലേക്ക് വന്നത് ഈ പറഞ്ഞ പ്രവാസം കൊണ്ടാണ്. അതിന് നമ്മൾ എന്നും അടിവരയിട്ട് പറയേണ്ട ഒരു രാജ്യമാണ് ഗൾഫ്. ഈ 65 വർഷം മുന്നേ ഗൾഫിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? കാരണം ഗൾഫും ഇതേപോലെ തന്നെ പുരോഗതി പ്രാപിച്ചു വരുന്ന ഒരു കാലത്താണല്ലോ മലയാളി അവിടെ ചെല്ലുന്നത്. ഗൾഫിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് മലയാളിയുടെയും കൂടി ചരിത്രമാണ്. തീർച്ചയായിട്ടും.
കാരണം ഗൾഫ് എന്നുള്ള പേര് കേൾക്കുന്നേക്കാൾ മുൻപ് അറബ് രാജ്യങ്ങൾ എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്ന ആൾക്കാർ. പേർഷ്യ എന്നുള്ള പേരും കേട്ടു. പേർഷ്യ എന്നുള്ള പേര് അല്ല, ആദ്യം വന്നിരുന്നത് പേർഷ്യ ഞങ്ങളൊക്കെ അന്ന് കത്തുകൾ അയക്കുമ്പോൾ മറ്റും പേർഷ്യക്ക് പോവുക എന്നും പേർഷ്യ എന്നും പറഞ്ഞിരുന്നു. പക്ഷേ കത്തുകളിൽ AG എന്ന് എഴുതിയിരുന്നു, അറേബ്യൻ ഗൾഫ്. ഈ അറേബ്യൻ ഗൾഫ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ പല ആൾക്കാർക്കും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പണ്ടൊക്കെ അറബികൾ കേരളത്തിൽ വന്നിരുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് ആ അറബികൾ നമ്മൾ ഈ കാണുന്ന രാജ്യങ്ങളിൽ അറബികളല്ല, അവർ യമനികളായിരുന്നു. ഇന്ന് യമനികൾ രാഷ്ട്രീയം കൊണ്ടും മറ്റ് പല പ്രശ്നങ്ങളെ കൊണ്ടും ഇൻറ്റേർണൽ ഫൈറ്റൊക്കെ ആയിട്ട് അത് ഒരു എന്താ പറയുക, ഒരു കറുത്ത അധ്യായമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ വിഷയം ഇപ്പം അതല്ല. ഗൾഫ് എന്ന് പറയുന്ന ആദ്യം AGCC എന്ന് പറഞ്ഞിരുന്നത്, അറേബ്യൻ ഗൾഫ് കോർഡിനേഷൻ കൗൺസിൽ. പിന്നീട് അത് GCC ആയി മാറി. ഈ GCC എന്ന് പറയുന്ന 6 രാജ്യങ്ങൾ, അതിൽ മെയിനായിട്ടാണ് സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ ആൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇങ്ങനെ 6 രാജ്യങ്ങൾ. ഈ 6 രാജ്യങ്ങളുടെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൗദി അറേബ്യ അന്നും ഇന്നും നിൽക്കുന്നതിൻ്റെ മെയിൻ ടാർഗറ്റ്, പെട്രോളിനേക്കാൾ മുൻപ് അവരുടെ മെയിൻ ടാർഗറ്റ് പിൽഗ്രിമേജ് ആയിരുന്നു. തീർത്ഥാടനമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടുള്ളതാണ് അവരുടെ ഒരു അതൊരു നല്ല ഒരു അറ്റംപ്റ്റായിട്ടായിരുന്നു അവർ അന്നും ഇന്നും കാത്തു സൂക്ഷിക്കുന്നത്. പിന്നെ എൻ്റെ അറിവിൽ പെട്രോൾ ആദ്യമായിട്ട് കിട്ടിയത്, ക്രൂഡ് ഓയിൽ ആദ്യമായിട്ട് കിട്ടിയ സ്ഥലം ബഹ്റൈനായിരുന്നു. അതിനുശേഷമാണ് കുവൈത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഞാനിപ്പോൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത് 3 സ്ഥലങ്ങളെ പറ്റിയാണ്. ഒന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഖത്തർ ആൻഡ് ഒമാൻ. ഇതിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലെ ഉപ്പും ചോറും കിട്ടിയ ഒരു സ്ഥലമായതുകൊണ്ടും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമയവും ചെലവഴിച്ച സ്ഥലമായതുകൊണ്ടും പറയാവുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഇതിന് മുൻപ് ഈ സ്ഥലത്തിൻ്റെ പേര് ട്രുഷൽ ഒമാൻ സ്റ്റേറ്റ്സ് എന്നായിരുന്നു. അപ്പോൾ ഈ ട്രുഷൽ ഒമാൻ സ്റ്റേറ്റ്സിന് ശേഷമാണ് പിന്നീട് ഞാൻ 1967, 68 അതിൻ്റെ പേര് ട്രുഷൽ സ്റ്റേറ്റ്സ് എന്നായി. ഈ ട്രുഷൽ സ്റ്റേറ്റ്സ് വന്നത്, ട്രുഷൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയി മാറിയ ഇതേ സ്ഥലങ്ങൾ തന്നെയാണ്. ആ സമയത്ത് മിക്കവർക്കും അറിയാത്തൊരു സംഭവം, ഇപ്പോൾ 7 എമിറേറ്റുകളാണ്, അന്ന് 7 ഷെയ്ഖിഡമായിരുന്നു. പക്ഷേ അന്ന് 9 എണ്ണം ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു കൽബ എന്ന് പറഞ്ഞ സ്ഥലം. ഈ കൽബയിലായിരുന്നു ഏറ്റവും ആദ്യം ട്രുഷൽ സ്കൗട്ട്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പാരാമിലിറ്ററി അവിടെ ഒരു എയർ സ്ട്രിപ്പ് സ്ഥാപിച്ചു. ആ എയർ സ്ട്രിപ്പ് സ്ഥാപിച്ച സമയത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് അവിടെ ഒരു ഡെവലപ്മെൻറ്റും ഇല്ല, പെട്രോൾ കിട്ടിയിട്ടേ ഇല്ല, വെറും ഈത്തപ്പഴവും മീൻ പിടിക്കലും മുത്തു അവരുടെ മെയിൻ ബിസിനസ്സും. അവർക്ക് ജീവിക്കാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ഉണ്ടായിരുന്നത് പേൾ ഡൈവിങ്ങിലായിരുന്നു, മുത്ത് എടുക്കൽ. അതായിരുന്നു അവരുടെ മെയിൻ വിഷയം. അങ്ങനെ മുത്തെടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു, അതെനിക്ക് 1948 എൻ്റെ ഓർമ്മ, ജപ്പാനിൽ ആർട്ടിഫിഷ്യൽ പേൾ അവർ ഉണ്ടാക്കി. അതോടുകൂടി ഇവരാകെ പട്ടിണിയും ജീവിക്കാൻ പറ്റാതെ ഒരു കാലം വന്നു. ഇന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, സൂയിസൈഡ് ചെയ്യാൻ പാടില്ല. കാരണം അന്ന് അറബികൾ ഇത്രയും പട്ടിണിയൊക്കെ ആയിട്ട് പോലും അവർ സൂയിസൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അവർ എല്ലാം ദൈവത്തിലേക്ക് വരവേൽപ്പിച്ചു. അതിനുശേഷം ഈ ട്രുഷൽ സ്കൗട്ട്സിൻ്റെ എയർ സ്ട്രിപ്പ് കൽബയിൽ നിന്നും ഷാർജയിലേക്ക് മാറ്റി. ഷാർജയിലാണ് ഫസ്റ്റ് എയർപോർട്ട് വന്നത്. ഇൻ്റർനാഷണൽ എയർപോർട്ടോ അല്ലെങ്കിൽ പാസഞ്ചർ എയർപോർട്ടോ അല്ല, എയർപോർട്ട് ഇതിൽ വന്നത് ഷാർജയിലാണ്. ഈ ഷാർജയിലേക്ക് വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ കൽബയെ ഷാർജയോട് ചേർത്തു. അങ്ങനെ അവരാണ് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഉള്ളത്. അതുകൊണ്ടാണ് അന്നും ഇന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഓരോ ചെറിയ മുക്കിലും മൂലയിലും പല മറ്റ് രാജ്യങ്ങളുടേതും ആയിട്ട് ഉള്ളൊരു സംഭവം. സാന്ദർഭികവശാൽ ഞാൻ ഇന്ന് പറയട്ടെ, ലോകത്തിൽ ഒരിക്കലുമില്ലാത്തൊരു സംഭവം ഈ UAE ഉള്ളിലുണ്ട് ജിയോഗ്രാഫിക്കലായിട്ട്. അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതുകൂടി പഠിക്കേണ്ടതുണ്ട്. നമ്പർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് പല സ്ഥലത്തും എൻക്ലേവ് ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു രാജ്യം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ 3 ഭാഗങ്ങളും വേറെ രാജ്യം, ഇതൊക്കെ ലോകത്തിൽ പലയിടത്തുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു രാജ്യമാവുകയും ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ പഴയ രാജ്യത്തിൻ്റെ സ്ഥലമാവുകയും അത് UAE മാത്രമുള്ളൂ. ഒമാൻ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, മദ്ഹ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പറഞ്ഞു വന്നത്, അങ്ങനെ ട്രുഷൽ സ്റ്റേറ്റ്സ് ആയിരിക്കുന്ന സമയത്ത് ഈ ബ്രിട്ടീഷുകാർ അവിടെയുള്ള അറബികളെല്ലാം കണ്ട് ഒരു ട്രീറ്റി ഉണ്ടാക്കി, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടൽ കൊള്ളക്കാരിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു എഗ്രിമെൻ്റ് ആണെന്നും പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി.
ആ എഗ്രിമെൻ്റ് പ്രകാരം ചില കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരാണ് എവിടേക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്, അല്ലാതെ ഇന്ത്യയിലെ പോലെ അവരുടെ കീഴിലല്ല. ഇത് ചില കാര്യങ്ങളിൽ അവർക്ക് ഒന്നാമത് അവിടെ ഫോറിൻ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, മറ്റൊന്നുമില്ല, ലൈസൻസ് ഇതിലൊന്നും അവർ കൈ കടത്തുന്നില്ല. ചില കാര്യങ്ങളിൽ മാത്രം ഇവരുടെ ഇതുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എമിഗ്രേഷൻ. അങ്ങനെ ഈ ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് ഉണ്ടായ സമയത്താണ് 1968-ലും 69-ലും ഇവരെല്ലാവരും കൂടെ ബ്രിട്ടീഷുകാർ വേണ്ട, അവർ തമ്മിലുള്ള എഗ്രിമെൻ്റെല്ലാം പിൻവലിക്കണം, നമുക്കൊരു മറ്റൊരു രാജ്യമാവണം എന്നും പറഞ്ഞ് ഒരു തീരുമാനം ഇവർ എടുത്തു. ബ്രിട്ടീഷ് ഗവർണറായിട്ടോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയായിട്ടോ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമോ ഇല്ല. അവർ അതിന് തയ്യാറുമാണ്. ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പെട്രോൾ കിട്ടി ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു സംവിധാനം ഉണ്ടായിട്ട് പോലും ബ്രിട്ടീഷുകാർ ഇതിന് ഒരു കണ്ടീഷനും വെച്ചുമില്ല. അവർ തയ്യാറായിരുന്നു, വിത്ഡ്രോ ചെയ്യാൻ തയ്യാറായിരുന്നു. ആ സമയത്ത് ഇവർ അബുദാബിയുടെയും ദുബൈയുടെയും ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അബുദാബിയിൽ ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ദുബായിയുടെ ഒരു റെസ്റ്റ് ഹൗസിൽ മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ ഈ 7 ഷെയ്ഖുമാരും ഖത്തറിൻ്റെയും ബഹ്റൈൻ്റെയും റൂളർമാർ കൂടി ഇരുന്നു കൊണ്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിൻ്റെ കോപ്പി ഇപ്പോഴും എൻ്റെ ഉണ്ട്. അത് പ്രകാരം ഇവർ 2 മീറ്റിംഗ് ഇതേപോലെ കൂടി. 3ാമത്തെ മീറ്റിങ്ങിൽ ഖത്തറും ബഹ്റൈനും പറഞ്ഞു ഞങ്ങൾ വേറെ മാറിക്കോളാം. അതിനെന്താണ് കാരണമെന്ന് അന്നും ഇന്നും ആർക്കും അറിയില്ല. പക്ഷേ എനിക്കും അറിയാം, അബുദാബിയിൽ അന്നുണ്ടായിരുന്ന കറൻസി ബഹ്റൈൻ ദിനാറായിരുന്നു, ദുബായിൽ ഖത്തർ ദുബായ് റിയലായിരുന്നു. എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ഇവർ മാത്രമായിട്ട് ഒരു രാജ്യമുണ്ടാക്കി. അതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 1971 ഡിസംബർ 2-ാം തീയതിയാണ് ദുബായിയുടെ ജുമൈറ എന്ന സ്ഥലത്ത് ഇതിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടായതും ഷെയ്ഖുമാരൊക്കെ ഉണ്ടായതും. ദൈവത്തിനോട് നന്ദി പറയുന്നു. ആ സംഭവം കാണാൻ പോലും എനിക്ക് സാധിച്ചു, ഞാനതിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് പങ്കെടുത്തിട്ടുള്ള ആരൊക്കെയാണോ അവരൊക്കെ അറിയില്ല ഇത് ഇത്ര വലിയൊരു സംഭവമാണ് ആവാൻ പോകുന്നതെന്ന്. അതിൽ ഫ്ലാഗ് കൈമാറിയ ആളാണ് മെഹദി താജർ. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. മലയാളിക്ക് എല്ലാ കാലത്തും ഭയങ്കര നൊസ്റ്റാൾജിക് ആയൊരു സംഭവമാണ് ദുബായ് എന്നുള്ളത്. ദുബായിൻ്റെ ഒരു വളർച്ചയിൽ മലയാളികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദുബായ് മാത്രമല്ല, അബുദാബിയും ദുബായും ഡെവലപ്പ് ചെയ്യുന്നതിൽ മലയാളികൾക്ക് വഹിച്ച പങ്ക് വലുതാണ്. അവർ എല്ലാ കാലത്തും അവിടുത്തെ ഭരണാധികാരികളൊക്കെ അത് എല്ലാ കാലത്തും സ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. ദുബായിൽ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു കാഴ്ച എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ഇന്നിപ്പം കാണുന്ന ദുബായ് ആയി വരുന്ന മുന്നിലുള്ള ദുബായ് എന്തായിരുന്നു? ഞങ്ങളൊക്കെ അവിടെ ചെല്ലുന്ന സമയത്ത് വെള്ളം പോലും, കുടിക്കുന്ന വെള്ളം പോലും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ചില അറബികളുടേന്ന് പറയാൻ പറ്റില്ല, ഒരു റിച്ചുള്ള അറബികളുടെ വീടിൻ്റെ പുറത്ത് മാത്രമാണ് ഒരു കൂളർ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നത്. അതേപോലെ എയർ കണ്ടീഷനേ ഇല്ല, എയർ കൂളറായിരുന്നു. അപ്പോൾ ഞാൻ പോലും പല സമയങ്ങളും, ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ പലരും ജീവിച്ചിരിക്കുന്നവർക്ക് പലർക്കും അനുഭവം ഉള്ള കാര്യങ്ങളാണ്. കിടന്നുറങ്ങിക്കഴിയുമ്പോൾ ഫാൻ മാത്രമേ ഉള്ളൂ. ആ ഫാൻ പെട്ടെന്ന് പവർ കട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടുന്ന് എഴുന്നേറ്റ് നമ്മളിപ്പോൾ കോർണിഷ് എന്ന് പറയുന്ന കടപ്പുറത്ത് പോയിട്ട് കിടന്നുറങ്ങിയിട്ടുള്ള ഒരുപാട് അനുഭവം അന്നത്തെ ഇതിലുണ്ട്. പൂഴി മണ്ണ് പോലെയായിട്ടുള്ള സ്ഥലത്തായിരുന്നു, റോഡുകളൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരുപാട് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ദുബായ് ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞതിനിടയിൽ ഒറ്റ കാര്യം പറയാം, അതിനെപ്പറ്റി കറക്റ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു സിനിമയിലും അതിൻ്റെ വിഷൻ കാണില്ല. അത് കറക്റ്റ് കാണണമെന്നുള്ളത് ഒരു സെറ്റിംഗ് ഇടാതെ അന്നത്തെ ശരിയായിട്ടുള്ള ഗൾഫ് കാണണമെന്നുണ്ടെങ്കിൽ ബിൽപ്പാനയുടെ സ്വപ്നങ്ങളിൽ കറക്റ്റായിട്ട് കാണാം. ഇന്നത്തെ 10 മൈൽ അത് കാണില്ല. എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ അറബികളും മലയാളികളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്കാരിൽ പ്രത്യേകിച്ച് മലയാളികൾ, അന്ന് അവർ അറബികളെ ഏറ്റവും കൂടുതൽ അന്ന് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കാണുന്ന ഒരു പിക്ചർ മലയാളികളല്ലായിരുന്നു, മദ്രാസികളല്ലായിരുന്നു, ഗുജറാത്തികളും മറാഠികളായിരുന്നു. അവരെയാണ് അവർ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ് കണ്ടിരുന്നത് ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഇന്ത്യക്കാരൻ്റെ പേര് അറബികൾ പറയുന്നുണ്ടെങ്കിൽ അത് ജാഷന്മാളാവട്ടെ, വേറെ ആരാവട്ടെ, ബാട്ടിയാവട്ടെ, റാണ ആൻഡ് സൺസ് ഒക്കെ അവരായിരുന്നു അറബികളുടെ ഒരു എന്താ പറയുക, അവരുടെ വലിയ വലിയ ഗോഡൗണുകളും വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളും ഒക്കെ അവർക്കായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 75-ന് ശേഷമാണ് അതിനൊരു മാറ്റം വന്നത്. മലയാളികൾ എന്താണ്, മലബാരികൾ എന്താണ്, അല്ലെങ്കിൽ അതുപോലെ മലയാളികളെ ഉള്ള ഏറ്റവും വലിയ അറ്റാച്ച്മെൻറ്റ് വരാൻ കാരണം തന്നെ എനിക്ക് തോന്നുന്നത് മലയാളികൾ എല്ലാവരും, ഞാനടക്കം
ഇവിടെ നിന്ന് പോയി ആ ഗൾഫ് എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജും മാനറിസങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഇവിടെ കുഴിച്ചിട്ടിട്ടാണ് ഒരു ഇമിഗ്രേഷൻ കഴിഞ്ഞാണ് കയറുന്നത്. അത് അവർക്കറിയാം. അതിന് ഏറ്റവും വലിയ ചെറിയൊരു ഇപ്പം സാറ് ചോദിച്ചതിൻ്റെ ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് ഒരു വ്യക്തി എൻ്റെ ബോസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹംദാനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, മലയാളികളെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു, വളരെ സന്തോഷമാണ്, അവർ കറക്റ്റ് ടൈമിന് വരുന്നുണ്ട്, അവർ പങ്ക്ച്വൽ ഉള്ളവരാണ്, അവർ ഹോണസ്റ്റാണെന്ന് പറഞ്ഞു. ഞാൻ ഉള്ളാലെ ഒന്ന് ചിരിച്ചു. ആ ചിരിച്ചതിൻ്റെ കാരണം ഈ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും.